ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ലോകം അക്ഷരാർത്ഥത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സാധാരണ പോരാട്ടമല്ല. അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ എന്നീ വൻ ശക്തികൾ ഒരു വശത്തും ഇറാനും ഹിസ്ബുള്ളയും മറുവശത്തും അണിനിരക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. വെറും 4 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 28 ദിവസത്തിനുള്ളിൽ ഇറാന്റെ കഥ മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഇതാണോ നമ്മൾ ഭയപ്പെട്ട 3ാം ലോക മഹായുദ്ധം? പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അപ്രതീക്ഷിത മരണം മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം ഒരു പ്രാദേശിക തർക്കം എന്നതിലുപരി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ പോരാട്ടത്തിൽ സജീവമായതോടെ ലോകക്രമം തന്നെ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളും അതിന് തിരിച്ചടിയായി ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന സൈനിക നീക്കങ്ങളും ഈ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ശരിക്കും ഇറാൻ ഇസ്രായേൽ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടന്നത് ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയുടെ കടന്നുവരവോടെയാണ്. തങ്ങളുടെ ആത്മീയ നേതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു കഴിഞ്ഞു. ഇത് ഷാഡോ വാറിന്റെ അവസാനമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ഇതിന് അതിശക്തമായ മറുപടിയാണ് നൽകുന്നത്. ബെയ്റൂട്ട് മേഖലയിലെ ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ലെബനന്റെ ആഭ്യന്തര സുരക്ഷയെ തകർത്തിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇസ്രായേലിന്റെ നിലപാട് മേഖലയിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവും അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളും ഈ സംഘർഷത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നു. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇറാനിയൻ ദേശസ്നേഹികളോട് ആഹ്വാനം ചെയ്ത ട്രംപ് ഈ സൈനിക നടപടി പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ചത് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നീക്കം അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്നത്. 3 അമേരിക്കൻ സൈനികർ ഇതിനോടകം കൊല്ലപ്പെട്ടത് വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൂടുതൽ സൈനികർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് യുദ്ധത്തിന്റെ ഭീകരതയെ വിളിച്ചോതുന്നു. എന്നിരുന്നാലും ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെങ്കിൽ താൻ അതിന് ഒരുക്കമാണെന്ന ട്രംപിന്റെ പ്രസ്താവന സൈനിക നടപടികൾക്കിടയിലും നയതന്ത്രത്തിനുള്ള ഒരു ചെറിയ വാതിൽ തുറന്നിടുന്നു. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പൂർണ്ണ പിന്തുണയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രംഗത്തുണ്ട്. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം അനുമതി നൽകി കഴിഞ്ഞു. എന്നാൽ ഈ തീരുമാനം ബ്രിട്ടന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സൈപ്രസിലെ RAF എക്രോത്തിരി താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം സംഘർഷം യൂറോപ്പിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതിയാണ് ഉയർത്തുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തങ്ങൾ ഈ പോരാട്ടത്തിൽ പങ്കുചേരുന്നത് എന്നാണ് ബ്രിട്ടന്റെ വാദം. ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഇറാൻ മണ്ണിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബഹ്റൈൻ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നത് ഗൾഫ് മേഖലയിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. 61 മിസൈലുകളും 34 ഡ്രോണുകളുമാണ് ബഹ്റൈൻ സൈന്യം തടഞ്ഞത്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര യോഗം ചേർന്ന് ഇറാന്റെ നടപടികളെ അപലപിച്ചത് പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ചേരിതിരിവ് വ്യക്തമാക്കുന്നു. സിവിലിയൻ വിമാനത്താവളങ്ങളെയും അതുപോലെ ഹോട്ടലുകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു. യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായ വശം സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തന്നെയാണ്. ഇറാനിലെ മിനാം നഗരത്തിൽ പെൺകുട്ടികളുടെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 153 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇതിനെ ഒരു കിരാത നടപടിയായി വിശേഷിപ്പിച്ചു. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലോ അമേരിക്കയോ ഏറ്റെടുത്തിട്ടില്ല. യുദ്ധത്തിന്റെ പുകമറയിൽ സത്യം പലപ്പോഴും ബലി കഴിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ. സിവിലിയൻ മരണങ്ങൾ വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ ഈ സൈനിക നടപടിക്കെതിരെയുള്ള വികാരം ശക്തമാക്കാൻ കാരണമാകും. യുദ്ധത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ലോകത്തിലെ ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രമായ പശ്ചിമേഷ്യ അശാന്തമാകുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരുകയാണ്. ബെൻ ക്രൂഡ് ഓയിലിന്റെ വില ഒരൊറ്റ ദിവസം കൊണ്ട് 8% വർദ്ധിച്ച് $79 എത്തിയിരിക്കുന്നു. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് ആഗോള പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഈ ഘട്ടത്തിൽ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനുമായും സംസാരിക്കുകയുണ്ടായി. സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ഇന്ത്യയുടെ ആവശ്യം.
ഗൾഫ് രാജ്യങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇനി ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ ഇറാനോട് ചർച്ചകൾക്ക് തയ്യാറാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മേഴ്സ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പിട്ട സംയുക്ത പ്രസ്താവനയിൽ ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ ഭാവി നിർണ്ണയിക്കാൻ സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. അമേരിക്കൻ കോൺഗ്രസിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല വിശദീകരണം ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കും. ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്യുന്നത് പോലെ 4 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 28 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ, അതോ വിയറ്റ്നാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു യുദ്ധമായി ഇത് മാറുമോ എന്ന് കണ്ടറിയണം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന രാജ്യം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹിസ്ബുള്ളയെ പോലെയുള്ള സംഘടനകളുടെ പിന്തുണ അവർക്ക് കരുത്ത് നൽകുന്നു. എന്നാൽ സിവിലിയൻ നാശനഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും വർദ്ധിക്കുന്നത് ഇരുവിഭാഗത്തെയും ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചേക്കാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ആ സ്കൂളിൽ മരിച്ചു വീണ കുട്ടികളുടെ മുഖം മതി ഈ ഒരു ക്രൂരത അവസാനിപ്പിക്കാൻ. ലോകശക്തികൾ സംയമനം പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങാതിരിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.